സൽമാൻ ഖാന്റെ ഒരു സിനിമ OTT റിലീസ് ചെയ്തിട്ടുണ്ട്, സിക്കന്ദർ. പടം നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. സൽമാൻ ഖാന്റെ പടം മാത്രമല്ല, നമ്മുടെ AR മുരുകദാസ് ഡയറക്ട് ചെയ്ത സിനിമയാണ്. ഇതിന്നൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, AR മുരുകദാസിന്റെ പടങ്ങൾ ഐയിലാണ് അവസാനിക്കുന്നത് വെച്ചാൽ ധൈര്യമായിട്ടിരുന്നത് കണ്ണും പൂട്ടി പോയിരുന്ന് കാണാം. ജസ്റ്റ് ലൈക്ക് ഗജനി, കത്തി, തുപ്പാക്കി എന്നൊക്കെ പറയുന്ന പോലെ 6 അവസാനിച്ച ആ വഴിക്ക് പോയത് സർക്കാർ, ദർബാർ, സിക്കന്ദർ. ആ ലിസ്റ്റിലോട്ടുള്ള പുതിയ എൻട്രി തന്നെയാണ് സിക്കന്ദർ. നമ്മുടെ അണ്ണൻ ഇത്രയും ഔട്ട്ഡേറ്റഡ് ആയി എന്ന് ഞാൻ വിചാരിച്ചില്ല. അമ്മാരി ഒരു പടമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് കോമഡി പടം എന്ന് പറയാൻ പറ്റില്ല, പടമേ കോമഡി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സ്പൂഫ് പടമൊക്കെ കാണുന്ന രീതിയിൽ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം ചിരിക്കാനുള്ള വകയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ സൽമാൻ ഖാൻ ഈ സിനിമയിലെ രാജാ സാബ് എന്നാണ് അറിയപ്പെടുന്ന ആളൊരു കിങ് ആണ്. ആളുടെ ഭാര്യയായിട്ടാണ് നമ്മുടെ ക്യൂട്ട്നെസ് റാണി അല്ലെങ്കിൽ ലക്കി ചാം ഓഫ് ബോളിവുഡ് റശ്മിക മന്ദാന അഭിനയിക്കുന്നത്. ആ കൊച്ചു വന്ന ഫസ്റ്റ് സീൻ തൊട്ട് ക്യൂട്ട്നെസ് വാരി എറിയലാണ്. എത്ര കിലോ വേണം? 5 കിലോ വേണോ? 10 കിലോ വേണം? ഞാൻ റെഡി പറഞ്ഞ വാരി എറിയലാണ്. ഇതില് നമ്മുടെ സൽമാൻ ഖാനെ എൻകൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് സത്യരാജ് ഏർപ്പെടുത്തിയിരിക്കുന്ന നൊട്ടോറിയസ് പോലീസ് ഓഫീസർ വന്നിട്ട് കിഷോറാണ്. പണ്ടൊക്കെ കിഷോർ വില്ലനായിട്ട് വരുമ്പോൾ നമുക്കൊരു അയ്യോ വില്ലൻ എന്നൊക്കെ തോന്നി. ഇപ്പൊ ശരിക്കും ഒരു കോമഡി പീസ് ആയിട്ടാണ് തോന്നുന്നത്. അങ്ങനെ കാണുമ്പോൾ നമുക്കൊരു പേടിയും കാര്യങ്ങളും തോന്നണമൊന്നുമില്ല. അങ്ങനെ കാണുമ്പോൾ അയ്യേന്നാണ് ഇപ്പൊ തോന്നുന്നത്. കാരണം അങ്ങനത്തെ റോൾസ് ആണ് ആളിപ്പോ ചെയ്യുന്നത്. ആള് വന്നിട്ട് ഈ രാജാ സാബിന്റെ പാലസിലോട്ട് പോവാണ്. അവിടെ വെച്ചിട്ട് തന്നെ രശ്മിക മന്ദാന ക്രിഞ്ച് കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവരുടെ പാലസിലോട്ട് ആര് പോയാലും അവരുടെ വണ്ടി തല്ലി തകർത്തിട്ട് തിരിച്ച് റോൾസ് റോയ്സിൽ കയറ്റി വിടും. നിങ്ങൾക്ക് ആർക്കെങ്കിലും റോൾസ് റോയ്സ് കയറണം വെച്ചാൽ പാലസിലോട്ട് പോയാൽ മതി. അത്രയും നല്ല മനുഷ്യന്മാരാണ്. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ പോണ സമയത്ത് കിഷോറിന്റെ അടുത്ത് DGP IG ഒക്കെ വന്ന് കെഞ്ചാണ്. എവിടെയെങ്കിലും കണ്ടിട്ട് താഴെയുള്ള ഒരു പോലീസ് ഓഫീസറിന്റെ അടുത്ത് വേണ്ടി കെഞ്ചാണ്, സൽമാൻ ഖാനെ കൊല്ലരുത് പറഞ്ഞിട്ട്. പിന്നീട് നമ്മുടെ അണ്ണൻ തിരിച്ച് വീട്ടിലോട്ട് വന്നപ്പോഴേക്കും പാട്ട്, ഡാൻസ് കാര്യങ്ങളൊക്കെയാണ്. ഒരടി ഒരു പാട്ട്, ഒരടി ഒരു പാട്ട് തന്നെയാണ് ഈ സിനിമയിൽ ത്രൂ ഔട്ട് കാണാനുള്ളത്. ഇമോഷണൽ കണക്ഷൻസും കാര്യങ്ങളൊക്കെ സീറോ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ നമ്മുടെ രശ്മിക മന്ദാനെ തട്ടിപ്പും. ആ ഒരു പോർഷനാണ് എനിക്ക് കുറച്ചൊരു സാറ്റിസ്ഫാക്ഷൻ തന്ന പോർഷൻ. എനിക്കറിയാം ഞാനൊരു സാഡിസ്റ്റ് ആണ്, എന്നാലും പറയുകയാണ് അത്രയും വെറുപ്പിക്കലായിരുന്നു. പിന്നെ വിചാരിച്ചു ഇനിയിപ്പോ ആ ക്യാരക്ടർ ഇല്ലല്ലോ പറയുമ്പോൾ സാധാരണ തട്ടിപ്പോയ ഒരാൾ പ്രേതമായിട്ടല്ലേ വരിക, ഇത് ഓർമ്മകളായിട്ട് വന്നിട്ട് വെറുപ്പിക്കലാണ്. ഓരോ സീനിൽ സൽമാൻ ഖാൻ ഓർമ്മ വരും, രശ്മിക മന്ദാന വീണ്ടും വരും, ലാസ്റ്റ് വന്ന് ഡാൻസും കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ട്. എനിക്ക് ഈ അടുത്ത മുരുകദാസിന്റെ ഇതുവരെ കണ്ടതിൽ ഭയങ്കര ബോറായിട്ടൊരു പടമായിട്ടാണ് തോന്നിയത്. ഇതിലെന്താണെന്ന് വെച്ചാൽ ആളുടെ ഓർഗൻസ് ഒക്കെ ഡൊണേറ്റ് ചെയ്യും. ആ ഓർഗൻസ് റിസീവ് ചെയ്തവരെ രക്ഷിക്കാൻ വേണ്ടി പോണ നമ്മുടെ ഹീറോയിന്റെ ഹീറോയിസത്തിനെ പറ്റിയിട്ടാണ് ഈ സിനിമ പറയുന്നത്. കാജൽ അഗർവാൾ ഒരു റോൾ ചെയ്യുന്നുണ്ട്. ഈ രശ്മിക മന്ദാനെ മാറ്റിയിട്ട് ആ കാജൽ അഗർവാളിനെ കൊണ്ടുവന്നിട്ട് പിന്നെയും ഭേദമായിരുന്നു. ആൾക്ക് കൊടുത്ത റോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ണ് കെട്ടാതിരിക്കാൻ പാടത്ത് കോലം വെക്കില്ലേ, അതേ റോൾ തന്നെയാണ്. സൽമാൻ ഖാന്റെ മുഖത്തൊന്നും ഒരു എക്സ്പ്രഷൻ പറയുന്ന സാധനമില്ല. ഇങ്ങനെ എന്താണ് വല്ല മഹേഷ് ബാബുവിന് PhD ചെയ്യാണോ എന്നാ തോന്നിയത്. അമ്മാരിയുള്ള പെർഫോമൻസ് ആയിരുന്നു. കരയുമ്പോഴൊക്കെ നമുക്ക് ചിരിയാണ് വരുന്നത്. എനിക്ക് ഒട്ടും വർക്കാവാത്ത പടമാണ്. ഹിന്ദി ഭാഷയിൽ മാത്രമാണ് അവൈലബിൾ, പിന്നെ അറബിയിലൊക്കെയാണ് ഉള്ളത്. വേണ്ടവര് കണ്ടു നോക്കുക. ഇതിൽ വില്ലനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് സത്യരാജിനെയാണ്. അങ്ങനെ അതിലേറെ വലിയൊരു കോമഡി പീസ്. AR മുരുകദാസ് സാധാരണ പറയണ്ടായിരുന്നു ഒരു സിനിമ ഹിറ്റ് ആവണം വെച്ച് സ്ട്രോങ് ആയിട്ടൊരു വില്ലൻ വേണം. ഇപ്പൊ നമ്മൾ തുപ്പാക്കിയിലൊക്കെ നോക്കിയാൽ വിധു ജമാലിനൊക്കെ കാണാലോ. ഇതിലെന്താ വെച്ചാൽ സത്യരാജ് വന്നിട്ട് ഒരു കോമഡി പീസ്, ഇങ്ങനെ ആർക്കും തൊടാൻ പറ്റില്ല. ആൻഡ് ഫൈറ്റ് സീൻസ് അതിലേറെ കോമഡി. നമ്മുടെ വില്ലിലത്തെ ഒരു ഫൈറ്റ് സീൻ പോലെ ഫൈറ്റ് സീൻ ഉണ്ട്. അതേപോലെ ജില്ലയില് മറ്റേ കാറിന്റെ ഡോർ അടച്ചിട്ട് ലാലേട്ടന് ഉള്ളിലിരിക്കുമ്പോൾ ആൾ ഉറങ്ങിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഒരു ഫൈറ്റ് സീൻ അതുണ്ട്. വാറിലെ ഒരു മ്യൂസിക് സീൻ, ഒരു മറ്റേ ഋത്തിക് റോഷനും മറ്റേ ടൈഗർ ഷറഫും കൂടി ഡാൻസ് ചെയ്യുന്ന ഒരു സീൻ അതേപോലെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ദർബാറിൽ ഒരു സീൻ അതേപോലെ ഇതിലുണ്ട്. എല്ലാത്തിന്റെ ഒരു മിക്സ് ആയിട്ട് എടുത്തൊരു പടം. സൽമാൻ ഖാൻ വന്നിട്ട് ഈ JCBയിൽ ആളെ എടുത്ത് എറിയുന്ന പോലെയൊക്കെയാണ് എടുത്ത് എറിയുന്നത്. ഫൈറ്റ് സീൻ കാണാനും ഒരു രസമില്ല. പിന്നെ ഏത് നേരം രാജാ സാബ് വിളിച്ച് നടക്കാൻ കൂടെ എടുത്തനുണ്ട്. ട്രൈ ഇറ്റ് ഔട്ട്. എനിക്ക് ഒട്ടും വർക്കാവാത്ത ഒരു പടമാണ്. സിംഗേരെ ശിവകാർത്തികനായിട്ടൊരു പടമൊക്കെ വരുന്നുണ്ട്. അതിലിപ്പോ ബിജു മേനോനും അതേപോലെ തന്നെ വിദ്യുത് ജമാലൊക്കെ ഉണ്ട്. അതെങ്കിലും നന്നാവുമെന്ന് പ്രതീക്ഷിക്കുക. ഇങ്ങേർക്ക് ഒരു താല്പര്യമില്ലാത്ത രീതിയിലാണ് സൽമാൻ ഖാൻ അഭിനയിക്കുന്നത്. അത് ആദ്യത്തെ ഒരു സീൻ ഉണ്ട് ഈ സിനിമയിൽ, സിക്കന്ദർ പറഞ്ഞിട്ട് ആ ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കുന്ന സമയത്ത് ഒരു മ്യൂസിക്കും കാര്യങ്ങളായിട്ട്. അത് മാത്രമാണ് ഈ സിനിമയിൽ ആകെ ഒരു പോസിറ്റീവായി തോന്നിയത്. ബാക്കി ഇങ്ങേര് നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ പോയിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന പോലെ ഓരോ പടത്തിൽ കയറി അഭിനയിക്കുന്നുണ്ട്. ലാസ്റ്റ് ആയിട്ട് സൽമാൻ ഖാന്റെ നല്ലൊരു പടം കണ്ടത് സുൽത്താനാണ്. വിത്ത് കംപ്ലീറ്റ് ഇമോഷണൽ കണക്ഷനും കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷനും കിട്ടിയൊരു പടം അതാണ്. പിന്നീട് അങ്ങോട്ട് ഫുൾ ചവർ തന്നെയായിരുന്നു. ട്രൈ